نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا صدق الله العظيم. സഹോദരന്മാരെ, റഹ്മാനും റഹീമുമായ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ പോരായ്മകൾ അവന്റെ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ. ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, അഥവാ ഉപദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ മതം ഈ സമുദായത്തെ ഒരു മധ്യമ സമുദായമാക്കി, ആ മധ്യമ നിലപാട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഉണ്ടായിരിക്കണം എന്നതാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. തീവ്രതക്കും ജീർണത മധ്യയാണ് ഈ മതം നിലകൊള്ളുന്നത്. ആ നിലപാട് എല്ലാ വിഷയത്തിലും, ആരാധനയുടെയും അതുപോലെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും എല്ലാ വിഷയത്തിലും ഒരു മധ്യമ നിലപാടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, കാണിച്ചു തന്നിട്ടുള്ളത്. മതത്തിൽ അതിര് കവിയരുതെന്ന കൽപ്പന, ആ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ആര് അതിര് കവിഞ്ഞിട്ടുണ്ടോ അതിര് കവിലാം ആ മതത്തിൽ നിന്നും പിഴച്ചുപോയ ചരിത്രമാണ് കാണാൻ കഴിയുന്നത്. വിഷയം അവതരിപ്പിക്കുന്നതിന്റെ ഇടയ്ക്കൊരു സംശയം ചോദിക്കുന്ന ഹനീഫയോട്, സമയം 5 മണി വരെ ക്ലാസ്സും അതിനുശേഷം ചർച്ചയാണോ അതല്ല 5:30 വരെ ക്ലാസ് ആണോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അതൊന്ന് ടൈപ്പ് ചെയ്താൽ ഖൈറായിരിക്കും. അഞ്ച് മണി വരെ ക്ലാസ്സും 1 മണിക്കൂർ. മാഷാ അല്ലാഹ്, ആയിക്കോട്ടെ അൽഹംദുലില്ലാഹ്. അപ്പോ അള്ളാഹു ഈ ദീനിനെ മധ്യമ മതമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീർണവും തീവ്രവുമായ യാതൊരുവിധ സമീപനങ്ങളും ഈ മതത്തിൽ പാടുള്ളതേ അല്ല. ആരാധനാ കാര്യങ്ങളായിരുന്നാലും ഇടപാടുകളായിരുന്നാലും തീവ്ര നിലപാടുകൾക്കും ശുഷ്ക സമീപനങ്ങൾക്കും മധ്യത്തിലാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനൂ ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. അപ്രകാരം നാം നിങ്ങളെ ഒരു സമുദായമാക്കിയിരിക്കുന്നു, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കുവാനും റസൂൽ നിങ്ങൾക്ക് സാക്ഷി ആയിരിക്കാനും വേണ്ടി. അപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ മെയ്ക്ക് അടുത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. നെയ്ക്ക് ഞാൻ പരമാവധി അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവുക. അതാണ് ആ വചനത്തിന്റെ പൊരുൾ. നിങ്ങളെ നാം ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കാനും വേണ്ടി. അപ്പോ സമുദായത്തിന്
മുഅ്മിനുകൾക്ക്, വിശ്വാസികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെല്ലാം അർത്ഥത്തിൽ, ഏതെല്ലാം വിധത്തിൽ സാക്ഷിയായിട്ടുണ്ടോ അതേ രൂപഭാവത്തിൽ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും നമ്മൾ സാക്ഷികളായിരിക്കുക എന്നതാണ്. ഈ മിതത്വം തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പ്രോത്സാഹിപ്പിച്ച് പഠിപ്പിച്ചു തന്നത്. ഇന്ന ലി റബ്ബിക അലൈക ഹഖൻ വലി നഫ്സിക അലൈക ഹഖൻ വലി അഹ്ലിക അലൈക ഹഖൻ. തീർച്ചയായും നിന്റെ റബ്ബിന് നിന്നിൽ നിന്നൊരു അവകാശമുണ്ട്, നിന്റെ ശരീരത്തിന് നിന്നിൽ നിന്നും ഒരവകാശമുണ്ട്, നിന്റെ ഇണക്കും നിന്നിൽ നിന്നൊരു അവകാശമുണ്ട്. റവാഹുൽ ബുഖാരി. അപ്പോ ഏതൊരു വിഷയത്തിലും മനുഷ്യന്റെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടുള്ള ആരാധനയോ മനുഷ്യന്റെ മനസ്സിനെ പീഡിപ്പിച്ചുകൊണ്ടുള്ള ആരാധനയോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ മതം കൽപ്പിക്കുന്നില്ല, കൽപ്പിച്ചിട്ടില്ല. ഈ വചനത്തിന്റെ വെളിച്ചത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. തന്റെ അനുയായികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയം ഉണർത്തിയത് അങ്ങനെയാണ്. ലാകിന്നി അസൂമു വഉഫ്തിറു വഉസല്ലി വഅർഖുദു വതസവ്വജു നിസാഅ ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് വ്യത്യസ്തമായി ചില ആചാരാനുഷ്ഠാനങ്ങൾ ഞങ്ങൾ കർശനമായും പാലിക്കുമെന്ന് പറഞ്ഞ അനുചരന്മാരോട് പറയതാണ്, ഞാൻ നോമ്പെടുക്കുന്നു, ഞാൻ നോമ്പ് മുറിക്കുന്നു, രാത്രി നമസ്കരിക്കുന്നു, ഉറങ്ങുകയും ചെയ്യുന്നു, സ്ത്രീകളെ കല്യാണം കഴിക്കുന്നു. ആയതിനാൽ ആര് എന്റെ സുന്നത്തിൽ നിന്ന് അപ്രിയനാവുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബാധ്യതകൾ നിറവേറ്റുന്നതിൽ അമാന്തിച്ചുകൊണ്ടോ കാർക്കശ്യം പുലർത്തിക്കൊണ്ടോ വിശ്വാസം കാണിച്ചുകൊണ്ടോ സുന്നത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കണം. സുന്നത്തിനെ പിൻപറ്റാനും മേൽപ്പറഞ്ഞ വചനങ്ങളിൽ വ്യക്തവും സ്പഷ്ടവുമായ വിളംബരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്നും നമുക്ക് വീണ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളുകൾ 3 വ്യത്യസ്ത വീക്ഷണക്കാരാണ്, 3 തരക്കാരാണ്. അതിൽ ഒരു വിഭാഗം മാത്രമാണ് മധ്യമ നിലപാടുകാരുള്ളത്. അതിൽ ഒന്നാമത്തെ വിഭാഗത്തിന്റെ അവസ്ഥ നിർബന്ധ കാര്യങ്ങളിൽ വീഴ്ച വരുത്തും, അശ്രദ്ധ കാണിക്കും, അമാന്തിക്കുകയും ചെയ്ത ആളുകളാണ്. ഉത്തരവാദിത്വത്തിൽ നിന്നും തങ്ങളെ മോചിതരാക്കുകയും സൽബുദ്ധിയുള്ള ആളുകൾ തങ്ങളെ പ്രശംസിക്കും, അത് ചെയ്യുന്നതുമായ നിർബന്ധ കാര്യങ്ങൾ പോലും അവർ നിർവഹിക്കുന്നില്ല. നല്ല ആളുകൾ തങ്ങളെ പ്രശംസിക്കുകയും ചെയ്യുന്നതായ നിർബന്ധ കാര്യങ്ങൾ പോലും അവർ നിർവഹിക്കുന്നില്ല. ഇത്തരക്കാർ തങ്ങൾ കാണിക്കുന്ന വീഴ്ചകളിൽ ആക്ഷേപാർഹരാണ്. അവരുടെ ഇബാദത്തുകൾ അവരെ രക്ഷപ്പെടുത്താൻ മതിയായിക്കൊള്ളണമെന്നും ഇല്ല. സൗണ്ട് ക്ലിയർ ആണല്ലോ, സൗണ്ട് നോട്ട് ക്ലിയർ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. സ്ക്രിപ്റ്റ് സൗണ്ട് ക്ലിയർ അല്ലേ? മാഷാ അല്ലാഹ്. രണ്ടാമത്തെ വിഭാഗം അവര് തീവ്രത കാണിക്കുന്നവരും അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരുമാണ്. തങ്ങൾ കൽപ്പിക്കപ്പെടാത്തത് സ്വദേഹങ്ങളെ നിർബന്ധിക്കുന്നവരാണ്. അതുപോലെ തന്നെ തന്റെ മേൽ നിർബന്ധമായ വിഹിതത്തെ കേടാക്കുകയും നിർബന്ധമായ ബാധ്യത നിർവഹിക്കുന്നതിലൂടെ ലക്ഷ്യമാക്കപ്പെടുന്നത് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളാണിവർ. മതനിയമമോ പ്രമാണമോ വന്നിട്ടില്ലാത്ത ഒരു പ്രവൃത്തിയിലൂടെ തന്നെ സ്വന്തം ദേഹങ്ങളെ പ്രയാസപ്പെടുത്തുകയും പ്രയാസങ്ങൾ പേറുകയും ദുരിതപ്പെടുകയും ശാരീരികമായ പീഡകൾ വലിച്ചുകൊണ്ടുവരികയും ചെയ്തതിനാൽ അത്തരക്കാർ ആക്ഷേപാർഹരാണെന്ന് സംശയരഹിതമായ കാര്യം. ഇബാദത്തുകളിൽ നിന്നും അകറ്റിക്കളയുമാറ് അവയെ ക്ലേശപൂർണമായ ഒരു ശിക്ഷാമുറക്ക് സമമാക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തിട്ടുള്ളത്. ഇനിയുള്ളത് 3ാമത്തെ വിഭാഗമാണ്. മധ്യമ നിലപാടുകാരാണ് 3ാമത്തെ വിഭാഗം. ഈ മധ്യമ നിലപാടിലാണ് അള്ളാഹുവിന്റെ മതം. അത് എളുപ്പവും സരളവുമാണ്. മിതത്വ നിലപാടുകൾ സ്വീകരിക്കുന്ന കാലത്തോളം കർമ്മങ്ങളുടെ റുക്കനുകളും വാജിബുകളും നഷ്ടപ്പെടുകയേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ ബാത്തിലാകുന്നില്ല. സുന്നത്തുകൾ ഉപേക്ഷിക്കുകയോ ഉപേക്ഷിക്കപ്പെടുകയോ മക്റൂഹുകൾ പ്രവർത്തിക്കുകയോ ഇല്ല. ആയതുകൊണ്ട് തന്നെ പ്രതിഫലം ഒട്ടും കുറയുന്നില്ല. മധ്യമ നിലപാട് സ്വീകരിക്കുന്ന പക്ഷം ശരീഅത്ത് കൊണ്ട് പ്രയാസമോ മടുപ്പോ അലസതയോ അനുഭവപ്പെടുന്നുമില്ല. മറിച്ച് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും അവർ ഈ വൃത്തത്തിൽ നിന്നും പുറത്തു പോവുക സർവ്വസാധാരണമാണ്. ഏത് വിഷയത്തിലായിരുന്നാലും തീവ്രമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്പകാലത്തേക്ക് അവരുടെ തീവ്രത നിലനിൽക്കുമെങ്കിലും അല്പം കഴിഞ്ഞാൽ ആ ഒരു നിലപാടിൽ നിന്നും അവർ പരിപൂർണമായും മാറിപ്പോകുന്ന ആളുകളാണ്. ഇസ്ലാമിലെ കർമ്മങ്ങൾ തന്നെ പരിശോധിക്കാം. ആ കർമ്മങ്ങൾ പരിശോധിച്ചാൽ തന്നെ ബൗദ്ധ സമുദായവും ക്രൈസ്തവ സമുദായവും ഇതിന്റെ എല്ലാം ഇടയിൽ മധ്യമ നിലപാട് സ്വീകരിച്ചൊരു മതമാണ് അള്ളാഹുവിന്റെ ദീൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജൂതന്മാരെ സംബന്ധിച്ച് വിവാഹമോചനം
വിവാഹമോചനം ചെയ്യാം എന്നവർ പറയുന്നു. എന്നാൽ തലാഖിന് ശേഷം മടക്കിയെടുക്കുവാൻ പാടില്ല എന്നതാണ് അവരുടെ നിലപാട്. എന്നാൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വിവാഹമോചനം തന്നെ പാടില്ല എന്ന് പറയുന്നു. വൈവാഹിക ബന്ധം നടന്നാൽ പിന്നീട് തലാഖ് ഒരിക്കലും ഇല്ല. ഭർത്താവ് തലാഖിനെ അവകാശപ്പെടുന്നുമില്ല. എന്നാൽ ഇത് രണ്ടിൽ നിന്നും വ്യത്യസ്തമായി ഇസ്ലാം മധ്യമ നിലപാട് പുലർത്തും. ഒരാൾക്ക് തന്റെ ഭാര്യ ആവശ്യഘട്ടത്തിൽ തലാഖ് ചെല്ലാനും ഒന്നും രണ്ടും തലാഖുകൾക്ക് ശേഷം മടക്കിയെടുക്കാനും അവസരം നിശ്ചയിച്ചു. ചിലപ്പോൾ തലാഖ് യാതൊരു അവധാനതയുമില്ലാതെ കൈകാര്യം ചെയ്താൽ തന്നെ മടക്കിയെടുക്കുന്നതിലൂടെ അതിൽ നിന്നും വന്നതായി അവിവേകം പരിഹരിക്കുവാൻ സാധിക്കുന്ന വിധത്തിലൊരു മധ്യമ നിലപാട് ആ വിഷയത്തിൽ ഇസ്ലാം സ്വീകരിച്ചു. അതുപോലെ തന്നെ കൊലക്കേസുണ്ടായാൽ, കൊലപാതകമുണ്ടായാൽ ഖിസാസ് നിർബന്ധമായും വേണമെന്നും ഒരിക്കലും അഫ്വ് പാടില്ല, എന്നവർ മാപ്പ് നൽകാനേ പാടില്ല, കൊലക്ക് കൊല വേണമെന്നുമാണ് ജൂതന്മാരുടെ നിർബന്ധം. എന്നാൽ നസ്രാണികളെ സംബന്ധിച്ച്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അഫ്വ് നിർബന്ധമാണ് എന്നാണ് വാദം. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തഖീർ കൊണ്ടുവന്നു. ഇഷ്ടം പോലെ പ്രവർത്തിക്കാം. ഒന്നുകിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കാം, അല്ലെങ്കിൽ അവരോട് ബ്ലഡ് മണി ആവശ്യപ്പെടാം, അല്ലെങ്കിൽ നിരുപാധികം മാപ്പ് നൽകാം, അതല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കാം. ഇതോടെ ഇസ്ലാം മധ്യമ നിലപാട് പുലർത്തി. എല്ലാ വിഷയത്തിലും, ഇസ്ലാമിന്റെ ഏത് വിഷയത്തിലും ഒരു മധ്യമ നിലപാടിലാണ് ഇസ്ലാം ഉള്ളത് എന്നതിന്റെ ചരിത്രപരവും വസ്തുതാപരവുമായ തെളിവിലേക്കാണ് ഈ കാര്യങ്ങൾ ചൂണ്ടുന്നത്. അതുപോലെ തന്നെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്ന വിഷയത്തിലും മധ്യമ നിലപാട്. ഏതൊരു തെറ്റായ പ്രവൃത്തികൾക്കും ശിക്ഷാ നടപടി തുല്യത്തിന് തുല്യം എന്നതാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ ശിക്ഷാ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നേരെയുണ്ടായ എതിരാളികളിൽ നിന്ന് നിങ്ങളുടെ നേരെയുണ്ടായ ശിക്ഷാ നടപടിക്ക് തുല്യമായ നടപടി നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിലോ അത് തന്നെയാണ് ക്ഷമാശീലർക്ക് കൂടുതലും ഹൈറായിട്ടുള്ളത് അള്ളാഹു പറഞ്ഞു. അതുപോലെ തന്നെ ഒരാൾക്ക് മറ്റൊരാൾക്ക് നേരെ അതിക്രമം പ്രവർത്തിച്ചാൽ തത്തുല്യമായ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ അനുവാദം നൽകി. അപ്രകാരം നിങ്ങൾക്കെതിരെ ആരാണോ അതിക്രമം കാണിച്ചത്, അങ്ങനെ അതിക്രമം കാണിച്ചാൽ അവൻ നിങ്ങളുടെ നേർക്ക് കാണിച്ച അതിക്രമത്തിന് തുല്യമായി അവന്റെ നേരെയും അതിക്രമം കാണിച്ചു കൊള്ളുക, അഥവാ പ്രതികാര നടപടി സ്വീകരിച്ചു കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാൽ ക്ഷമ അവലംബിക്കാൻ ഒരു നിർദ്ദേശം കൃത്യമായി നൽകിയിട്ടുണ്ട്. വലൈൻ സബർതും ലഹു ഖൈറുൽ ലിസ്സാബിരീൻ, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്, ഹൈറായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നു. ഇത് മതത്തിന്റെ മൊത്തത്തിലുള്ള ചില വിഷയങ്ങൾ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർമ്മപരമായ വിഷയങ്ങളിൽ പോലും മിതത്വവും എന്നാൽ അതിന്റെ ഗൗരവവും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നു. ഉദാഹരണമാണ് വുളൂഇന്റെ അവയവങ്ങളിൽ ശരിയായ വിധത്തിൽ വെള്ളം എത്തിച്ച് പരിപൂർണമായി വുളൂ ചെയ്യൽ സ്വർഗീയ പദവികളെ ഉയർത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ വയർഫഉ ബിഹി ദർജാതി ഖാലൂ ബലാ യാ റസൂലല്ലാഹ് ഇസ്ബാഉൽ വുളൂഇ അലൽ മക്കാരിഹി വകസറത്തുൽ ഖുത്ത ഇലൽ മസ്ജിദി വൻതിലാറുസ് സ്വലാത്തി ബഅദസ് സ്വലാത്തി ഫദാലിക മുർരിബാത്ത്. അള്ളാഹു പാപങ്ങൾ മായ്ച്ചു കളയുകയും പദവികൾ ഉയർത്തുകയും ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സഹാബികൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ അറിയിച്ചു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ക്ലേശകരമായ അവസ്ഥയിൽ വുളൂ സമ്പൂർണമായി ചെയ്യുകയും പള്ളികളിലേക്ക് ധാരാളവുമായുള്ള കാൽവെപ്പുകളും ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കലും അതാണ് റിബാത്ത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കർമ്മത്തിന്റെ പ്രത്യേകതകളും അതുകൊണ്ട് കിട്ടാവുന്ന പ്രതിഫലവും അതിന്റെ പുണ്യവും നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ആ അവയവങ്ങളിൽ വെള്ളം എത്താൻ പ്രയാസമായ സ്ഥലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ച് കഴുകാനും പറഞ്ഞു. അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വയലുൻ ലിൽ അഖാബി വബുതൂനിൽ അഖദാമി മിനന്നാർ, വുളൂ ചെയ്യുമ്പോൾ വെള്ളം നനയാത്ത മടമ്പുകാലുകളും ഉള്ളംകാലുകളും നരകത്തിലാകുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നു. അപ്പോ വുളൂ ചെയ്യുമ്പോഴുള്ള അവയവങ്ങൾ കഴുകുമ്പോഴുള്ള ശ്രദ്ധ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടെ പറഞ്ഞു. ഇത് നമ്മുടെ ചില ആളുകളോട് ഇത് പറയുമ്പോൾ വുളൂ ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങോട്ട് നോക്കേണ്ട കാര്യമുണ്ട്, അങ്ങോട്ട് കഴുകാൻ പോരെന്നാ. അപ്പോ
കൈയിന്റെ മുട്ടുഭാഗം കൈ നിവർത്തി പിടിക്കുമ്പോൾ കൈമുട്ടിന്റെ ഭാഗത്തൊരു ചുളിവുണ്ടാകും. അവിടെ കൃത്യമായിട്ട് വെള്ളം എത്താതെ ആണ് ഒളു ചെയ്യുന്നതെങ്കിൽ ആ ഒളു ബാത്തിലാണ്. അതോടൊപ്പം മുഖം കഴുകുമ്പോൾ കൺകുഴികൾ കണ്ണിന്റെ കടക്കണ്ണിന്റെ ഉള്ളിൽ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ശരിക്ക് നനയണം. ആ പുറത്തു ഭാഗത്തൊരു ഭാഗം മുഴുവൻ നനയണം. വെറുതെ വെള്ളം മുഖത്തേക്ക് ഒഴിച്ചാൽ കൺകുഴി നനയുകയില്ല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവമായി പറഞ്ഞൊരു കാര്യം. ചിലരാകട്ടെ അത് നിസ്സാരപ്പെടുത്തുക. എന്നാൽ മറ്റു ചിലരാകട്ടെ കഴുകി 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 ഒരച്ചൊരച്ചൊരച്ചൊരച്ച തൊലി കളയും. അത് അമിതമാണ്. അത് ചെയ്യാനേ പാടില്ല. സാധാരണ നിലയിൽ വളരെ കുറഞ്ഞ വെള്ളം കൊണ്ട് വുളൂ ചെയ്യുന്ന രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാം. അത് പ്രത്യേകിച്ച് ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ, ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാം. ഒരു കുപ്പി വെള്ളം കൊണ്ട് 3 ആളും 4 ആളൊക്കെ വുളൂ എടുത്ത് പഠിക്കണം. കുറച്ച് നമ്മുടെ നാട്ടിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വുളൂ എന്ന് പറഞ്ഞാൽ ഒരു പുഴയിലെ വെള്ളം മൊത്തം ഉണ്ടായാലും വുളൂ തികയില്ല. അതൊക്കെ ഇളക്കി മറിച്ച് ഹൗലിൽ കിടന്നിട്ടൊന്നും ഇങ്ങനെ കൈയിട്ടൊന്ന് അനക്കി ഒരു ഓളമൊക്കെ അടിച്ച് എത്ര സമയം ഇരുന്ന് ഉരച്ച് കഴിയിട്ട് അങ്ങനെ ഒരു വസ്വാസിന്റെ വുളൂ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മറിച്ച് അതിലൊരു മിതത്വമുണ്ട്. വളരെ കുറഞ്ഞ വെള്ളം കൊണ്ട്, പരമാവധി കുറഞ്ഞ വെള്ളം കൊണ്ട് പിന്നെ വുളൂ ചെയ്യണമെന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുമ്പോൾ ഒരു സഹാബി വുളൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ റസൂലുള്ളാഹി സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെ നടന്നു വന്നു. അപ്പൊ ചോദിച്ചു, അഫിൽ വുളൂ ഇസ്റാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതെന്തൊരു ഇസ്റാഫാണ് പിന്നെ സഅദേ. അപ്പൊ ചോദിച്ചു, അഫിൽ വുളൂ ഇസ്റാഫ്, നബി വുളൂയിലുണ്ടോ ഇസ്റാഫ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഒഴുകുന്ന ഒരു നദിയിൽ നിന്നാണെങ്കിൽ പോലും അതിലും ഇസ്റാഫ് ഉണ്ട് സഅദേ എന്ന്. സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് എല്ലാവരും അറിയാത്ത ആളുകളല്ല. പക്ഷെ എന്നാൽ പോലും അമിതമായ വസ്വാസോടുകൂടിയുള്ള വുളൂ അഥവാ അതൊരു ആരാധനാ കർമ്മമാണ്. ആരാധനക്ക് പോകാനുള്ളൊരു അമലാണത്. അതിലും അമിതം വരാൻ പാടില്ല. മിതത്വം നിലനിൽക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുപോലെ മറ്റൊരു വിഷയമാണ് നിയ്യത്ത്. നിയ്യത്ത് ചെയ്യുന്ന വിഷയത്തിൽ ചില ആളുകളുടെ ഇടയിൽ പിശാച് വന്നിട്ട് വസ്വാസം ഉണ്ടാക്കി. ഇപ്പൊ നമസ്കരിക്കാൻ നിന്നാലൊക്കെ മുസല്ലി പറഞ്ഞ് തീരുമ്പോഴേക്കും അടുത്ത വക്താകും. ഒരാള് ളുഹറിന് മുസല്ലി പറഞ്ഞു തുടങ്ങിയാൽ അടുത്ത വക്തിന് അസറാവും. അടുത്ത മുസല്ലി തീരുമ്പോ, അതായത് ഇപ്പോ ഏതാണ്ട് 94 കാലഘട്ടത്തിലൊക്കെ ഈ തിരൂര് ഭാഗത്ത് വഴലിന് പോയ സമയത്ത് തിരൂര് ആലിങ്ങൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു പള്ളിയിൽ അസ്ർ നമസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോ എന്റെ തൊട്ടടുത്തൊരു ചെറുപ്പക്കാരനൊരു പയ്യൻ നിന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കാൻ നെയ്യത്ത് പറയാൻ തുടങ്ങി. ഉസല്ലി പല പ്രാവശ്യം ഉസല്ലി, എനിക്കാണെങ്കിൽ ഫാത്തിഹ ഓതാനും പറ്റുന്നില്ല. ആ ഉസല്ലി പറഞ്ഞ് കുറെ നേരം കഴിഞ്ഞിട്ട് ഞാൻ കൈ അടിച്ചിട്ട് പറഞ്ഞു, മോനാ പുറത്തു ഒരു 101 ഉസല്ലി ഒന്നിച്ച് പറഞ്ഞിട്ട് കയറിയാൽ മനുഷ്യരങ്ങറാക്കല്ല, കടന്നു പോടാന്ന് പറഞ്ഞു. അതൊക്കെയാണ് മാറ്റി വിട്ടു. അതോടെ അവന്റെ ഉസല്ലി ശരിയായി. അപ്പോ വളരെ അത്തരം വസ്വാസ് അത് പിന്നെ ഈ സമസ്തയുടെയൊക്കെ മദ്രസയിൽ പഠിപ്പിക്കുന്നതാണ് നാവുകൊണ്ട് പറയാൻ. നിയ്യത്ത് നാവുകൊണ്ട് പറയുന്ന 2 കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒന്ന് ഹജ്ജ്, ഒന്ന് ഉംറ. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ. അതല്ലാത്ത നിയ്യത്തൊക്കെ മനസ്സിൽ കരുതലാണ്. ഇനി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിയ്യത്ത് അത്ര കാര്യമായിട്ട് ജോലിക്കാരിലെ ചിലർ പറയുന്ന ആള് ളുഹർ നിസ്കരിക്കാനാ പോണെന്ന് അള്ളാഹ്ക്ക് അറിയാലോ, പ്രത്യേകിച്ച് പിന്നെ അത് വേണമെന്നാ. എന്താ നീ ഇവിടെ ഉണ്ടെന്ന് എല്ലാം അള്ളാഹ്ക്ക് അറിയാലോ, പിന്നെ പ്രത്യേകിച്ചൊന്നും വേണ്ടാലോ. പുളിയുടെ നെയ്യത്തിൻ്റെതായാലും വുളൂവിന്റെ നെയ്യത്തിൻ്റെതായാലും നമസ്കാരത്തിന്റെ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നെ. ബുഖാരിയിലെ 1-ാമത്തെ ഹദീസ് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഇത് പറയുകയും ചെയ്യും. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന് എല്ലാവരും പറയുകയും ചെയ്യും. എന്നാൽ നിയ്യത്തിന്റെ കാര്യത്തിൽ ഗൗരവം കാണിക്കാറില്ല. എന്നാൽ അമിതമായ ഗൗരവം മുസല്ലി പറഞ്ഞ് ഒരുപാട് നേരം ചിലരിങ്ങനെ നിയ്യത്ത് ശരിയായോ, ശരിയാവാതിരിക്കോ, കൈ അഴിച്ചു പിന്നെ ഒരു നിയ്യത്ത്, അത് അമിതമാണ്. മറ്റത് മിതമാണ്. ഇത് 2 നിലപാടല്ല. മിതമായ നിലപാട് സ്വീകരിക്കുക. അതുപോലെ തന്നെ ഗൗരവമില്ലാതെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു ശൈലി ഒരിക്കലും ശരിയും അല്ല. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം നമസ്കാരത്തിൽ പരമാവധി മീഡിയം പുറകിൽ നിൽക്കുന്ന ആളുകളെ പരിഗണിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമസ്കാരത്തിൽ ഇമാമ് നിൽക്കുന്ന ആള് പാരായണം ചെയ്യുമ്പോഴെല്ലാം ഉള്ളതുപോലെ പാരായണം ചെയ്താൽ മതി. ചില ആളുകൾ ഇങ്ങനെ അയിനും ഹൊയിനും ഒക്കെ കൂടെ അങ്ങോട്ട് പറഞ്ഞ് കിടന്ന് മസില് പിടിച്ച് കെട്ടിമറിഞ്ഞ് വീഴും. അതിന്റെ ആവശ്യമില്ല. അയിന് അയിനായിട്ട് പറയാ, ഹൊയിന് ഹൊയിനായിട്ട് പറയാ, സ്വാദ് സ്വാദായിട്ട് പറയാ,
ചില ആളുകൾ ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ ഗൈറിൽ മഗ്ലൂബി അലൈഹിം എന്ന് പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെ പതച്ച് ഒരാകെ ഇടങ്ങേറാവുന്ന ഒരു ഖിറാഅത്ത്, അങ്ങനെ ഒരു ഖിറാഅത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതിലും ഒരു മിതത്വമുണ്ട് ഖുർആൻ പാരായണം. അതുപോലെ തന്നെ ഫാത്തിഹയ്ക്ക് ശേഷം പാരായണം ചെയ്യുന്ന സൂറ പരമാവധി ഒരു എന്താ പറയാ, തീരെ ചെറുതോ അല്ലെങ്കിൽ ഒരുപാട് വലുതോ ആകേണ്ടതില്ല. നമ്മുടെയൊക്കെ ആളുകൾ ചില സമ്മേളനങ്ങൾക്കോ അതുപോലെ ക്യാമ്പുകൾക്കൊക്കെ പോയിട്ട് സമയമില്ല, പെട്ടെന്ന് നമസ്കരിച്ച് ജമ്മും കസുറാക്കണം. അതിനാണല്ലോ വൈകുന്നേരത്തെ പരിപാടിയാണെങ്കിൽ മഗ്‌രിബും ഇശായും ജമ്മും കസുറാക്കാൻ തീരുമാനിച്ച് നമസ്കരിക്കാൻ നിന്നാല് ചില ആളുകള് മഗ്‌രിബ് നമസ്കാരത്തിന് തന്നെ ഖത്തോതാൻ തുടങ്ങും. അത് കഴിഞ്ഞാലോ ഇശാ നിസ്കരിക്കാൻ കയറി നിന്നാലും മൂപ്പര് അടുത്ത ഖത്തം തുടങ്ങും. ഇത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് സംഘാടകര് നിൽക്കുക. അതുപോലെ തന്നെ പുറകിൽ നിൽക്കുന്ന ആളുകൾ പല അവസ്ഥയിലുള്ള ആളുകൾ ഉണ്ടാകും, രോഗികൾ ഉണ്ടാകും, അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ പ്രായമുള്ള ആളുകൾ ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ വേണം പുറകിൽ നിൽക്കുന്ന ആളുകൾക്ക് പ്രയാസമില്ലാത്ത നിലക്ക് ഖുർആൻ പാരായണം, ഇമാമ് നിൽക്കുന്ന ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ തക്ബീർ മുഴക്കുമ്പോഴെല്ലാം അല്ലാഹു അക്ബർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഒരു ശൈലി, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഒരു ശൈലി. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത നീട്ടുക, ആവശ്യമുള്ളിടത്ത് നീട്ടേണ്ടടുത്ത് ചുരുക്കുക, ശ്രദ്ധ ആവശ്യമില്ലാത്തടത്ത് ശ്രദ്ധ കൊണ്ടുവരിക, മദ് ആവശ്യമില്ലാത്തടത്ത് മദ് കൊണ്ടുവരിക, എന്നാൽ ശ്രദ്ധും മദ്ദും ആവശ്യമുള്ളിടത്ത് ഒഴിവാക്കുക, ഒഴുക്കൻ മട്ട്. ഇതല്ല ഖുർആൻ പാരായണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് തന്ന ഒരു രീതിയുണ്ട്. ഞാനത് നമസ്കാരം മാത്രം ഒരു ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഈ രൂപത്തിലായിരിക്കണം. ആരാധനകൾ ഏതായിരുന്നാലും തീവ്രമാകരുത്, ജീർണത ബാധിച്ച രൂപത്തിലാകരുത്. അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള മധ്യമ നിലപാടിലായിരിക്കണം. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അത് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചില സഹാബികൾ വന്ന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനാ കർമ്മങ്ങളെ സംബന്ധിച്ച് ഐഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചിട്ട് അവര് പറഞ്ഞു, ഞാനിനി കല്യാണം കഴിക്കൂല. ഒരാൾ പറഞ്ഞു, ഞാനിനി രാത്രി മുഴുവൻ നമസ്കരിക്കും, ഉറങ്ങൂല. ഇങ്ങനെ മൂന്നാളുകളും വ്യത്യസ്തമായ ചില പ്രതിജ്ഞകളൊക്കെ എടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഈ വിവരം അറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞതും തിരുത്തിയതും നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെയാണ് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് ഇബാദത്തുകൾ എടുക്കുന്ന വ്യക്തിയായിരുന്നു. കാലം മുഴുവൻ പകലിൽ നോമ്പെടുക്കുമായിരുന്നു, രാത്രി മുഴുവൻ നമസ്കരിക്കുമായിരുന്നു, രാത്രിയിലെ തഹജ്ജുദിൽ ഖുർആൻ ഓതി തീർക്കുമായിരുന്നു. ഇത് പിന്നീട് അദ്ദേഹത്തിന് പ്രയാസമായി, നിർബന്ധമായി ചെയ്തു തീർക്കേണ്ട ചില ബാധ്യതകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത് വരെ അദ്ദേഹം ക്ഷീണിതനായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് തീവ്രതയാണെന്ന് വ്യക്തമാക്കി കൊടുത്ത സംഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യാ അബ്ദുല്ലാഹ് ഇബ്നു അംർ ബലഗനി അന്നക തസൂമു നഹാറ വതഖൂമു ലൈല ഫലാ തഫഅൽ ഫഇന്ന ലിജസദിക അലൈക ഹല്ലൻ വലിഈനിക അലൈക ഹല്ലൻ ഫഇന്ന ലിസൗജിക അലൈക ഹല്ലൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ഇബ്നു അംറേ, താങ്കൾ പകലുകൾ മുഴുവൻ നോമ്പെടുക്കുകയും രാത്രി മുഴുവൻ നമസ്കരിക്കുകയും ചെയ്യുന്നു എന്ന വാർത്ത എനിക്ക് കിട്ടിയിരിക്കുന്നു. താങ്കൾ അപ്രകാരം ചെയ്യരുത്. കാരണം താങ്കളുടെ ശരീരത്തിന് താങ്കളിൽ നിന്ന് അവകാശമുണ്ട്, താങ്കളുടെ കണ്ണിന് താങ്കളിൽ നിന്ന് അവകാശമുണ്ട്, താങ്കളുടെ ഭാര്യക്കും താങ്കളിൽ നിന്ന് അവകാശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് ബുഖാരി പരിശോധിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇത് തീവ്രതയാണെന്നും ഇതിന്റെ ഇടയിൽ മധ്യമ നിലപാട് സ്വീകരിക്കേണ്ടത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതേ രൂപത്തിൽ തന്നെയാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ പഠിപ്പിച്ച അതേ രൂപത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ നോമ്പിന്റെ വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ ഇളവ് പറഞ്ഞു തന്നിട്ടുണ്ട്. നോമ്പെടുക്കാൻ അല്ലാഹുവിന്റെ കൽപ്പന, ആ കൽപ്പനയിൽ നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസമുണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരുപാട് ഇളവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പിന്നെ വമൻകാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖ്റ, നിങ്ങളിൽ ആരെങ്കിലും നോമ്പ് സമയത്ത് നിങ്ങൾ യാത്രക്കാരാവുകയോ അല്ലെങ്കിൽ രോഗികളാവുകയോ ചെയ്യാൽ നിങ്ങൾ പിന്നീട് നോമ്പ് അനുഷ്ഠിച്ച് വീട്ടിയാൽ മതി. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, നിങ്ങളെ ഞെരുക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് എളുപ്പമാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് വലിതുക്മിലുൽ ഇദ്ദ, നിങ്ങൾക്ക് ഇദ്ദ പൂർത്തിയായേക്കാൻ വേണ്ടി. ഇസ്മായിൽ തിക്കൊടി, മെയ്ക്കൊന്ന് ശരിയാക്കാം. മെയ്ക്ക് ഞാൻ കറക്റ്റായിട്ട് വച്ചിട്ടുണ്ടല്ലോ.
കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ടാണല്ലോ വെച്ചിട്ടുള്ളത്. എന്റെ സൗണ്ടിന് പ്രശ്നമുണ്ട് കേട്ടോ. എന്റെ സൗണ്ടിന് പ്രശ്നമുണ്ട്. ഞാനിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഉംറ കഴിഞ്ഞ് വന്നതിന് ശേഷം ഗറഗറ ശബ്ദം കേൾക്കുന്ന എന്റെ തൊണ്ടയുടെ പ്രശ്നമാണ്, അല്ലാണ്ട് മൈക്കിന്റെ പ്രശ്നമല്ല. അപ്പോ വലിയ തുക്കുമിലുള്ള എണ്ണം പൂർത്തിയാക്കാനാണ് നിങ്ങളോട് പിന്നീട് പിടിച്ചു വീട്ടാൻ അല്ലാഹു പറഞ്ഞത്. അതുപോലെ തന്നെ പിന്നെ ഈ നിങ്ങൾക്ക് പിടിച്ചു വീട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, അലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഇനി നിങ്ങളിൽ ആർക്കെങ്കിലും വളരെ പ്രയാസത്തോടു കൂടിയാണ് അതങ്ങനെ ഇത് പൂർത്തിയാക്കാൻ അഥവാ പിന്നീട് അനുഷ്ഠിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഫിദിയത്തുൻ തആമു മിസ്കീൻ, നിങ്ങൾ മിസ്കീന്മാർക്ക് ഫിദിയ കൊടുത്താൽ മതി. അത്രയും എളുപ്പം അള്ളാഹു തന്ന്. അതിനൊരു മിതത്വമാണ്. എത്ര ആരോഗ്യമില്ലെങ്കിലും നോമ്പെടുക്കണം എന്ന തീവ്ര നിലപാട് അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനായ അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹു നമുക്ക് ഒരു മധ്യമ നിലപാട് സ്വീകരിക്കാനുള്ള ഇളവുകളാണ് തന്നത്. പിന്നെ പറഞ്ഞു ഫമൻ തത്തവഅ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹു, ഇനി ആർക്കെങ്കിലും കൂടുതൽ നന്മ ചെയ്യാൻ കഴിയുമെങ്കിൽ അവനക്കത് നല്ലത്. കാരണം ഫിദിയ കൊടുക്കുകയും പിന്നീട് നോമ്പ് രക്ഷിച്ച് വീട്ടുകയും ചെയ്യാമെങ്കിൽ ചെയ്യാം. എന്നാൽ നോമ്പ് അനുഷ്ഠിക്കലാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. ഈ റമളാനിന്റെ വിഷയം പറയുമ്പോൾ പലരും ഈ ഭാഗം അങ്ങനെ കാര്യമായിട്ട് പിന്നെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത്. അപ്പൊ അന്തസൂമോ ഖൈറുല്ലക്കും, നോമ്പ് അനുഷ്ഠിക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. കാരണം നോമ്പ് റമളാനാണ്. റമളാനിലെ പ്രതിഫലം റമളാനിന് ശേഷം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഇത് റമളാനാണ്. പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും സാധിക്കുമെങ്കിൽ നിങ്ങൾക്കത് അനുഷ്ഠിക്കാം. അതായിരിക്കും നിങ്ങൾക്ക് ഉത്തമമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു ഇളവായിക്കൊണ്ടും അതുപോലെ തന്നെ അല്ലാഹു അതിനൊരു കൃത്യമായ നിർദ്ദേശമായി കൊണ്ടും നമുക്ക് പറഞ്ഞു തന്നിരിക്കണം. അതുപോലെ തന്നെ നോമ്പിന്റെ വിഷയത്തിൽ ജൂതന്മാരുടെയും നമ്മുടെയും നോമ്പിനിടയിലുള്ളത് അത്താഴം ഒഴിവാക്കലാണ്, അത്താഴം കഴിക്കലാണ്. ഫസ്ലുമാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബി അക്കലത സഹർ, നമ്മുടെയും വേദക്കാരുടെയും നോമ്പിനെ വേർതിരിക്കുന്നത് അത്താഴമാണ്. നമ്മുടെയും വേദക്കാരുടെയും നോമ്പിനെ വേർതിരിക്കുന്ന അത്താഴമാണ്. അതുകൊണ്ട് തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കുക, അത്താഴത്തിൽ ബർക്കത്തുണ്ട്. അതിന് തന്നെ അത്താഴം കഴിക്കാൻ പറഞ്ഞതിൽ തന്നെ ഒരു മധ്യമ നിലപാടാണ്. രാത്രി മുഴുവനും പരിപൂർണമായും പകൽ നിങ്ങൾ പട്ടിണിയാണ്, രാത്രി മുഴുവനും നിങ്ങൾ പട്ടിണി കിടക്കേണ്ടതില്ല. രാത്രി ഒരല്പം ആഹാരം നിങ്ങൾക്ക് കഴിക്കാം. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പിന്നെ അനുഷ്ഠിക്കാൻ പറഞ്ഞ കർമ്മങ്ങളിൽ തന്നെ ഒരു മിതപരമായ നിലപാട്, മിതത്വമുള്ള ഒരു നിലപാട് അല്ലാഹു ഇങ്ങോട്ട് തരുമ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, എനിക്കങ്ങനെ അത്താഴം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ല ആരോഗ്യമുണ്ട്. അത് കിബറാണ്. കാരണം അള്ളാഹുവിന്റെ റസൂല പറഞ്ഞത് തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കുക, അത്താഴത്തിൽ ബർക്കത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു ആ ബർക്കത്തിന് വേണ്ടി, ആ ഒരു ബർക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിറക്ക് വെള്ളം കുടിച്ചിട്ടായാലും ഒരു ചുള കാരക്ക കൊണ്ടായാലും നിങ്ങൾ അത്താഴം കഴിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുള്ള കാരണം. അതുപോലെ തന്നെ നോമ്പുകാരന്റെ രണ്ട് സന്തോഷത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം, മറ്റൊന്ന് അള്ളാഹുവിനെ പാരത്രിക ലോകത്ത് കാണുമ്പോഴുള്ള സന്തോഷം എന്നാണ്. നോമ്പുകാരന് രണ്ട് സന്തോഷം, ഒന്ന് നോമ്പ് തുറന്നാൽ അവന് സന്തോഷവാനായി, മറ്റൊന്ന് തന്റെ റബ്ബിനെ കണ്ടുമുട്ടിയാൽ അവന് നോമ്പിനാൽ അവന് സന്തുഷ്ടനായിരിക്കുമെന്നാണ്. അപ്പോ അത്രയും പിന്നെ ഇളവുകൾ, മധ്യമ നിലപാടുകൾ, മിതത്വ നിലപാടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത് തന്നെ ശരീരത്തിന് പ്രയാസമില്ലാതെ മാനസികമായ മുഷിപ്പില്ലാതിരിക്കാൻ ഇത്രയും ഇളവുകളും മിതത്വവും പാലിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിലെ കർമ്മപരമായ കാര്യങ്ങൾ 5 കാര്യങ്ങൾ അനുഷ്ഠിക്കണമല്ലോ. 5 കാര്യങ്ങൾ. ഒന്നെന്താ? ഷഹാദത്ത് കലിമ. അത് പ്രാവർത്തികമാക്കാനുള്ളതാണ്, വായിലനാവുകൊണ്ട് പറയാനുള്ളതല്ല. ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിലുറപ്പിച്ചുകൊണ്ട് നാവുകൊണ്ട് പറയുക. അതെന്താണ്? അത് പ്രാക്ടിക്കലാക്കാനുള്ളതാണ്, പ്രാവർത്തികമാക്കാൻ. ഷഹാദത്ത് കലിമ പ്രാവർത്തികമാക്കുന്നത് എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല, അതുകൊണ്ട് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ. അതുപോലെ തന്നെ
അതുപോലെ തന്നെ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ ഇല്ലാത്തതൊന്നും എന്താകൂല, കർമ്മമായി സ്വീകരിക്കുകയില്ല. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിരിക്കണം, രണ്ട് പ്രവർത്തിച്ചതായിരിക്കണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ സഹാബികൾ ആരെങ്കിലും ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നൽകുന്ന ഖൗലുണ്ടായിരിക്കണം, ഫിഅലുണ്ടായിരിക്കണം, തഖ്രീർ, മൂന്നിലേതെങ്കിലും ഒന്ന് വരണം. ഇത് രണ്ടും പ്രാക്ടിക്കലാക്കാനുള്ളതാണ്, പ്രാവർത്തികമാക്കാനുള്ളതാണ്. രണ്ടാമത് നമസ്കാരം ബോധം മനസ്സിലുള്ള ഏതൊരാൾക്കും നിർബന്ധമാണ്. ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിലില്ല. 3 സക്കാത്തിനെ സംബന്ധിച്ച് സാമ്പത്തികമുള്ളവർ കൊടുത്താൽ മതി. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. എല്ലാവരുടെയും പെരടിയിൽ അത് വച്ചിട്ടില്ല. ഒരു വർഷം അവസാനിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ അയാള് ചെലവിന് കൊടുക്കേണ്ടവരുടെയും അയാളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് ഉള്ള നീക്കി ബാക്കി നിശ്ചിത വിഹിതം വന്നാൽ മാത്രം സക്കാത്ത് കൊടുത്താൽ മതി. അത് മിതപരമായ നിലപാടാണ് ഇസ്ലാമിന്റെ. മറിച്ച് നിങ്ങൾക്ക് എത്ര കയ്യിലില്ലെങ്കിൽ പോലും നിങ്ങൾ ഇത്ര കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് തീവ്ര നിലപാടാണ്, അല്ലെങ്കിൽ ജീർണമായ നിലപാടാണ്, അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രം. അതുപോലെ തന്നെ നോമ്പ് നിർബന്ധമാക്കിയിട്ട് പറഞ്ഞു, നിങ്ങളെ യാത്ര ദുർഘടമായ യാത്രയാണെങ്കിൽ നിങ്ങൾ പിന്നീട് അനുഷ്ഠിച്ചാൽ മതി. രോഗികളാണോ പിന്നീട് അനുഷ്ഠിച്ചാൽ മതി. അത് ഇളവാണ്, അത് മധ്യമ നിലപാടാണ്. അല്ലാഹു ആ മധ്യമ നിലപാട് നമ്മളോട് കനിഞ്ഞ അല്ലാഹുവിന്റെ ഔദാര്യമായി നമുക്ക് തന്നതാണ്. അതോടൊപ്പം തന്നെ പിന്നെ ഹജ്ജ്, 5-മത്തത് ഹജ്ജ്. സാമ്പത്തിക ശേഷി ഉണ്ടാകണം, യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകണം, അതുപോലെ തന്നെ ആരോഗ്യമുണ്ടാകണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരോഗ്യമുണ്ട്, യാത്ര ചെയ്യാൻ സൗകര്യമുണ്ട്, കയ്യിൽ ആവശ്യത്തിലധികം പൈസയുണ്ട്. എന്നാൽ മെഹ്റമായ ഒരു പുരുഷൻ കൂടെയില്ല എങ്കിലോ ആ സ്ത്രീക്ക് ഹജ്ജും നിർബന്ധമില്ല, അവർക്ക് ഉംറയില്ല, അവർക്കൊരു പ്രശ്നവും ഇല്ല. കാരണം അവർക്ക് കൊടുത്തൊരു ഇളവാണ്, ഒരു സ്ത്രീ എന്ന നിലക്ക് അല്ലാഹു കൊടുത്ത ഇളവാണ്. മെഹ്റമായ ഒരു പുരുഷനില്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യരുത്. അവർക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ പുരുഷൻ, അയാൾക്ക് പൈസയുണ്ട്, പോകാൻ സൗകര്യമുണ്ട്, ആരോഗ്യപരമായ പ്രശ്നമുണ്ട്, അയാൾക്ക് നിർബന്ധമില്ല. അല്ല, ആരോഗ്യം ശരിയായതിനു ശേഷമേ നിർബന്ധമുള്ളൂ. ഇതൊക്കെ മിതത്വത്തിന്റെ നിലപാടുകളായി, മധ്യമ നിലപാടായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് തന്നിട്ടുള്ളതാണ്. മധ്യമ നിലപാടായി അള്ളാഹു ഇങ്ങോട്ട് കർമ്മങ്ങളിൽ മധ്യമ നിലപാട് ഇതാണ്, മധ്യമമായി നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങളാൽ കഴിയാവുന്ന രൂപത്തിൽ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരാത്മാവിനോടും കഴിവിന് അതീതമായത് കൽപ്പിച്ചിട്ടില്ല, കൽപ്പിക്കുകയില്ല. അപ്പൊ കർമ്മപരമായ വിഷയങ്ങളിൽ ഇത്രയും വിട്ടുവീഴ്ചയും മധ്യമ നിലപാടും മിതത്വവും സ്വീകരിച്ചു കൊള്ളാനുള്ള കൽപ്പനയുടെ ഭാഗമാണ് ഇത്രയും ഇളവുകൾ നമുക്ക് ചെയ്തു തന്നത്. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന ഏത് കർമ്മവും, അത് പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് എത്ര കുറച്ചാണെങ്കിലും അത് സ്ഥിരമായി ചെയ്യുക, അതാണ് അല്ലാഹുവിന്റെ ഇഷ്ടം. ചില ആളുകളുണ്ട്, റമളാൻ വരുമ്പോ സുന്നത്തും ഫർളും വല്ലാത്ത നിസ്കാരായിരിക്കും, റമളാൻ കഴിഞ്ഞാലോ ഫർള് തന്നെ വല്ലപ്പോഴും നിസ്കരിക്കുന്ന ഒരു സ്വഭാവം. അത് ദീനല്ല, അതല്ല ദീൻ. കുറച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ കുറച്ചായാലും മതി, ചെയ്യുന്നത് സ്ഥിരമായി ചെയ്യുക, അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. അപ്പോ ചെയ്യുന്ന കർമ്മങ്ങൾ, അതിപ്പോ റവാത്തിബ് സുന്നത്ത് ചെയ്യാണ്, ചില ആളുകൾക്ക് ഇശാക്ക് ശേഷമുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അത് സ്ഥിരമായിട്ട് ചെയ്യാം. ഇപ്പൊ മുമ്പും ശേഷമുള്ളത് 4 റക്അത്ത് വീതമുള്ളത് 2 റക്അത്താക്കാനേ പറ്റും, മതി, അത് സ്ഥിരമായിട്ട് ചെയ്യാം. ഖുർആൻ ഓതാൻ ഒരു പേജ് അല്ലെങ്കിൽ ഒരു 10 ആയത്ത് ഓതാനേ പറ്റുള്ളൂ, ആയിക്കോട്ടെ, അത് സ്ഥിരമായിട്ട് ചെയ്യാം. ദിക്ർ ചെല്ലുന്നത് അത് ഒരു 10 ദിക്ർ ചെല്ലാനേ പറ്റുള്ളൂ, ആയിക്കോട്ടെ, 10 ചെല്ലിയാൽ മതി, അത് സ്ഥിരമായിട്ട് ചെല്ലുക. ചില ആളുകളുണ്ട് കർമ്മങ്ങൾ വളരെ അധികം ഇങ്ങനെ ചെയ്യുന്ന ചില ടൈമുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ആ കർമ്മവുമായി അവർക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത രൂപത്തിലാണ് അവരുടെ പ്രവൃത്തികൾ. അതല്ല, ചെയ്യുന്നത് ഏതായിരുന്നാലും സ്ഥിരമായി ചെയ്യുക എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന രൂപത്തിലായിരിക്കണം കർമ്മങ്ങൾ. അത് ഒന്ന് മിതത്വം, 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ ഹയാത്താക്കലാണ്. ഒന്ന് അതിൽ ആരാധനയിൽ മിതത്വം പുലർത്തലാണ്. 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ ഹയാത്താക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് കുറച്ചായാലും അത് സ്ഥിരമായി ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും ഇളവ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ, നമസ്കാരം നിന്ന് നിർവഹിക്കാൻ കഴിയാത്ത ആളാണോ ഇരുന്ന് നമസ്കരിക്കാം, ഇരിക്കാൻ പ്രയാസമുള്ള ആളാണോ ചെരിഞ്ഞു കിടന്ന് നമസ്കരിക്കാം,
അതിനും പ്രയാസമുള്ള ആളാണോ മലർന്നു കിടന്ന് നമസ്കരിക്കാം. ഇനി ശരീരം അനങ്ങാൻ പറ്റാത്ത ആളാണോ മനസ്സിലോർത്താൽ മതി. ഇത്രയും ലളിതമായി നിർബന്ധ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഇത്രയും മിതപരമായ നിലപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് പറഞ്ഞു തന്നപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി എടങ്ങേറായി ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ യഥാർത്ഥത്തിൽ അത് മതത്തിൽ അതിരുകവിയലാണ്. അത് നമുക്കൊരിക്കലും പാടുള്ളതല്ല. അതുപോലെ തന്നെ ഖുർആൻ പാരായണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് മടുപ്പ് തോന്നുന്നത് വരെ, മടുപ്പ് തോന്നിയാൽ നീ പാരായണം നിർത്തിക്കുന്നു. ചിലരുണ്ട് എത്ര ഇതായാലും ഉറക്കം തൂങ്ങിയാൽ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഓതി എത്തിക്കണമല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. അങ്ങനെ ഓതി എത്തിക്കേണ്ട കാര്യമില്ല. പറ്റുന്നത് എത്ര കഴിയുമോ അത് സ്ഥിരമായി ചെയ്യുക എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ. അതുപോലെ തന്നെയാണ് സക്കാത്തിന്റെ വിഷയത്തിൽ ചിലരിങ്ങനെ കണക്കിങ്ങനെ നോക്കും, കണക്ക് ചോദിക്കുന്ന വാർഷിക സംശയ സക്കാത്തിന്റെ വിഷയത്തിൽ. കാരണം കൊടുക്കുന്ന കാര്യമാണല്ലോ, കൊടുക്കുന്ന കാര്യമാകുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ സ്വർണത്തിന്റെ കണക്കിലാണ് പിടുത്തം വരാൻ. 10 പവനാണല്ലോ കേട്ടത്. ഇപ്പൊ ഒരു 590 ഗ്രാം എന്ന് പറഞ്ഞ 10 590 ഗ്രാം സ്വർണത്തിന്റെ വില കണക്കാക്കുന്ന സംഖ്യയാണ് കണക്കാക്കുന്നതെങ്കിൽ ആകെ 11 ഗ്രാം സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണം. അതാണ് യഥാർത്ഥ കണക്ക്. അതാണ് 11 ഗ്രാം സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ് കണക്ക്. പക്ഷേ കൊടുക്കാൻ പ്രയാസമുള്ളവരെന്ത് ചോദിക്കും, വെള്ളിയുടെ കണക്ക് 590 ഗ്രാം വെള്ളി, അതിന് ആ തൂക്കത്തിന് എത്ര സംഖ്യ വില വരുന്നോ, നമ്മുടെ ഇന്ത്യൻ രൂപയുടെ കണക്കാണ്, അതിന്റെ സ്വർണം എത്രയുണ്ട്, സ്വർണമായാലും പണമായാലും അതിന് സക്കാത്ത് കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോ അതിനമിതമായാൽ എന്ത് പാടില്ല, അത്രയൊന്നും വേണമെന്നില്ല, എന്നാലും കൊടുക്കണ്ട, ഇത്ര ഉള്ളവര് കൊടുത്താൽ മതി, അതിന്റെ താഴെയുള്ളവര് കൊടുക്കണ്ട. അത് അത്രയും മിതത്വം ആരാധനാ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സക്കാത്തിന്റെ വിഷയത്തിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോമ്പിന്റെ വിഷയത്തിലും ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിലും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആരാധനാ കർമ്മങ്ങളുടെ വിഷയത്തിൽ. അതുപോലെ ഹജ്ജും ഉംറയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആരോഗ്യമുള്ളവർ പോയാൽ മതി. കഴിഞ്ഞ അവിടെയൊക്കെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. കാരണം ഒരുപാട് രോഗങ്ങളുള്ള ഒരു സ്ത്രീ, അവരതിലേക്ക് കയറ്റിവിട്ടു. അവർക്ക് സുഖമില്ലാതായപ്പോ രോഗം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒന്നും ഇല്ലാതെ അവര് പറഞ്ഞത്. ബോഡി ഫുൾ സ്കാൻ ചെയ്തപ്പോ അവർക്കില്ലാത്ത രോഗമില്ല. അത്ര മാരകമായ രോഗി. അവരാണെങ്കിൽ ഞങ്ങളവിടുന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, തിരിച്ചു പോന്നു. 4 അവർ മരണപ്പെടുകയും ചെയ്തു. അപ്പോ അവരെ സംബന്ധിച്ച് അവർക്ക് ഉംറ പോലും വേണ്ട, അവർക്ക് ഹജ്ജ് പോലും നിർബന്ധമില്ല. ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന ആളുകള് ഐസിയുന്നൊക്കെ എടുത്തിട്ട് സ്ട്രക്ചറിൽ കിടത്തി വീൽ ചെയറിൽ തള്ളി. എന്തിനാ ഈ പാട് വരുന്നത്? ആരെ ബോധ്യപ്പെടുത്താൻ? ആരെ ഇത് പറഞ്ഞത്? ഇത് ഏത് മതമാണ്? ആരുടെ മതമാണ്? ആരുടെ ചര്യയാണിത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മതത്തിൽ ഹജ്ജ് കർമ്മം ചെയ്യാൻ പോകുന്ന ആൾ പരിപൂർണ ആരോഗ്യവാനല്ലാതെ അങ്ങോട്ട് പോകേണ്ടതില്ല. അവർക്ക് ഹജ്ജ് നിർബന്ധമല്ലാന്ന് എത്ര പറഞ്ഞാലും ആളുകളൊന്നും അങ്ങോട്ട് കയറില്ല. കാരണം കുറച്ച് പൈസ ഉണ്ട്, ഒന്ന് പോയി കറങ്ങി വരാം. ഇത് ഹജ്ജിന്റെ വിഷയത്തിൽ. അതുപോലെ തന്നെ ഉംറയുടെ, ഇപ്പൊ ഉംറക്ക് പോകുന്നതോ മെഹ്റമില്ലാതെ കുറെ പെണ്ണുങ്ങൾ അടിച്ചേറ്റ് വിടുകയാണ്. എന്ത് യാത്രയാണത്? യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മെഹ്റമില്ലാത്ത ഒരു സ്ത്രീ യാത്ര ചെയ്യേണ്ടതില്ല. അപ്പൊ ഉംറ സീസൺ ഏകദേശം തീരുകയാണല്ലോ. 15 ആണുങ്ങളും 40 പെണ്ണുങ്ങളെ പോണ ആക്ക 4-5 മെഹ്റം അടിച്ചു വിടുകയാണ്. യഥാർത്ഥത്തിൽ ആ യാത്ര ശരിയായ യാത്രയെ അല്ല. ഇത് പറയുമ്പോ പലർക്കും ഇഷ്ടപ്പെടാറില്ല. ഞങ്ങൾ പോണേന് എന്താ പ്രശ്നം, ആര് പോയാലും നമുക്കിപ്പോ എന്താ പ്രശ്നം? പക്ഷെ മതത്തിന്റെ വിധിയാണ് ഈ പറഞ്ഞത്. മതത്തിന്റെ ആരാധനകളിലെ മിതത്വത്തിന്റെ ഭാഗമാണത്. ഒരു പെണ്ണ് അവളുടെ യാത്ര സേഫ്റ്റി ആകണമെങ്കിൽ മെഹ്റമായ ഒരു പുരുഷൻ അവരുടെ കൂടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു നിബന്ധന വെച്ചത്. അതൊരു ഇളവാണ്. പറ്റാത്ത ആളുകൾ പറ്റാത്ത പണി ചെയ്യേണ്ടതില്ല, പറ്റുന്നത് ചെയ്താൽ മതി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതത്തിൽ. അങ്ങനെയാണ്. ഇപ്പൊ നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വയ്യായെങ്കിൽ നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് അയാൾക്ക് ക്ഷീണം തോന്നിയ അയാൾക്ക് ഇരിക്കാം, എന്നിട്ടും വയ്യാൻ തോന്നിയ അയാൾക്ക് കിടക്കാം. ഇനിയിപ്പോ യാത്ര ഒന്നു ചെയ്യാൻ വെള്ളം കിട്ടില്ല, അയാൾക്ക് തയമ്മും ചെയ്യാം. അപ്പൊ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിമാനത്തിൽ ആ ബാത്റൂമിനകത്ത് കയറി വിശാലമായി ഒന്നു കൊടുക്കാനുള്ള സൗകര്യമില്ല. തന്നെയല്ല, വെള്ളം ഒരുപാട് ഒഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വയറൊക്കെ ഷോർട്ടായി വിമാനം തകർന്ന് തരിപ്പണമായി പോവും. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? തയമ്മും ചെയ്താൽ മതി. അത് തയമ്മും ചെയ്യാൻ എന്താ വേണ്ടത്? അപ്പൊ ഫ്ലൈറ്റ് എവിടെയെങ്കിലും ലാൻഡ് ചെയ്ത് കുറച്ച് മണ്ണൊക്കെ എടുത്തു നിന്നിട്ട് തയമ്മും ചെയ്യാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യാ? എല്ലാം മണ്ണിൽ നിന്നാണ്.
അപ്പൊ എന്ത് ചെയ്യണം? ആ മണ്ണിൽ നിന്നും ഉണ്ടായ വിമാനത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് അടിച്ച് തൈമും ചെയ്യാം, അതിന്റെ ആവശ്യമുള്ളൂ. എന്നാലും വിശ്വാസ തീരാതെ എന്നാ കള വീട്ട അങ്ങനെ ഒരു സാധനം ഇസ്ലാമിലില്ല. നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാതെ കള വീട്ടുക എന്നൊരു പരിപാടി അല്ലാഹുവിന്റെ ദീനിലില്ല. എന്തുകൊണ്ട്? മരണം മുഖാമുഖം കാണുന്ന പ്രക്രിയയാണ് യുദ്ധം. ആ യുദ്ധത്തിലാണെങ്കിൽ പോലും നമസ്കാരത്തിന്റെ സമയമായാൽ ജമാഅത്തായിട്ട് നമസ്കരിച്ചേ പറ്റൂ, യാതൊരു വിട്ടുവീഴ്ചയില്ല. അതിനേക്കാൾ അപകടം പിടിച്ചൊരു സമയമില്ല. ആ സമയത്ത് പോലും നമസ്കാരത്തിന്റെ സമയമായാൽ നമസ്കരിച്ചേ പറ്റൂ. ഖളാ ഉണ്ടായിരുന്നുവെങ്കിൽ ഖളാ വീട്ടുകാർ എന്ന് പറയുമായിരുന്നു. പിന്നെ ഖളാഇന്റെ ചർച്ച ഫിഖ്ഹിന്റെ കിതാബുകളിൽ വരുന്നത് ആ ആദ്യത്തെ സമയം കഴിഞ്ഞുള്ള സമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ടപ്പോൾ തായിഫിലെ ആളുകൾക്ക് പാപമോചനം തേടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദേഹത്തേക്ക് ചപ്പുചവറുകൾ വാരിയിട്ട പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വന്ന ദഅസൂർ എന്ന ജൂതന്റെ ആ ശത്രുവിനെതിരെ മാപ്പ് നൽകി അവന് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ അവസരം കിട്ടി. അള്ളാഹുവിന്റെ റസൂൽ അത്രയും മാപ്പ് കൊടുത്ത, അത്രയും മാപ്പെല്ലാം കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സാബ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഉപരോധിക്കപ്പെട്ടതിന്റെ പേരിൽ അസ്ർ നമസ്കാരത്തിന്റെ ആദ്യത്തെ സമയം വൈകി, വളരെ വൈകി അവസാനത്തെ സഅത്തിലേക്ക് പോയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ, എന്റെ സ്വലാത്തുൽ വുസ്താ നഷ്ടപ്പെടുത്തിയവരുടെ വീടുകളും ഖബറുകളും തീ കൊണ്ട് നിറയ്ക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഖളാ ഉണ്ടെങ്കിൽ അങ്ങനെ കാരുണ്യത്തിന്റെ പ്രവാചകൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നില്ല. ഖളാഇന്റെ ചർച്ച കിതാബുകളിൽ വരുന്നത് ആദ്യത്തെ സമയം തെറ്റി, ആ കറക്റ്റ് സമയം തെറ്റി കുറച്ച് ബാക്കിലേക്ക് വരുമ്പോഴാണ് ഖളാ ആകുന്ന ഒരു ചർച്ച വരുന്നത്. അതുപോലെ തന്നെ സുബഹി നമസ്കാരം, ഒരാൾ ഉറങ്ങിപ്പോയി, യാത്രാ ക്ഷീണം കൊണ്ടോ അല്ലെങ്കിൽ അസുഖം കൊണ്ടോ അയാൾ ഉറങ്ങിപ്പോയി, ബാങ്ക് അയാൾ കേട്ടില്ല, അയാളെ ആരും ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചില്ല, വിളിച്ചുണർത്തിയില്ല. അയാൾ എഴുന്നേറ്റപ്പോ രാവിലെ 10 മണി, അയാളുടെ സുബഹിന്റെ വക്തതാണ്, അത് അയാൾക്ക് ഇളവുണ്ട്. ആ ഇളവ് എന്ന് പറഞ്ഞാൽ ബാങ്ക് കേട്ടിട്ടും തലക്ക് മീതെ കൂടെ ബ്ലാങ്കറ്റ് ഇട്ട് പൊടിപ്പൊതിച്ച് കിടന്നിട്ട് ആ ഒരു 8 മണിയായപ്പോ എണീച്ച് പല്ലൊക്കെ തേച്ച് ചായയോടി കഴിഞ്ഞിട്ടൊരു സുബഹി, അതല്ല സുബഹി. സുബഹിന്റെ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാദൃച്ഛികമായി ഉറങ്ങിപ്പോയാൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. അത് മതത്തിലെ ഇളവാണ്, അതൊരു മിതത്വമാണ്. എന്നാൽ ക്ഷീണിച്ച് ഒരിക്കലും അയാൾക്ക് എഴുന്നേൽക്കാൻ പറ്റൂല. അത്ര ക്ഷീണിച്ച് കിടക്കുന്ന ആളെ കുത്തി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കേണ്ട കാര്യമില്ല, അയാൾ ഉറങ്ങിക്കോട്ടെ. വളരെ ക്ഷീണിച്ച് ഒരു 3 മണി വരെ വർക്ക് ചെയ്തും യാത്ര ചെയ്തും ഇടങ്ങേറായി വന്ന ആൾ കിടന്നതറിയാതെ അയാൾ ഉറങ്ങിപ്പോയി. അയാളെ വിളിച്ചുണർത്തിയാൽ അയാൾ എഴുന്നേറ്റുള്ളൂന്നില്ല, വിളിക്കുന്നത് പോലെ അയാളെ അറിഞ്ഞുള്ളൂന്നില്ല. അതിനെ അയാളെ കുറ്റപ്പെടുത്താനും പാടില്ല. അത്രയും മിതത്വം ആരാധനാ വിഷയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ സൂക്ഷ്മത ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും കൂടെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരാൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലി അയാളോട് എഴുന്നേറ്റ് നമസ്കരിക്കാൻ പറയുന്നു. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ പറയുന്നതിനേക്കാൾ അങ്ങ് പറയലല്ലേ കേൾക്കാനും ഒരു സുഖമുണ്ടല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ പ്രവാചകൻ അലി, ഞാനെങ്ങാനും പറഞ്ഞിട്ട് അയാളെങ്ങാനും നമസ്കരിക്കാതിരുന്നാൽ അയാൾ കുഫ്റിലായി പോകും, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. എന്നാൽ അലി, നീ പറഞ്ഞിട്ടാണ് അയാൾ നമസ്കരിക്കാതെ കിടന്നാൽ പോലും അയാൾ കുഫ്റിലേക്ക് പോകുന്നില്ല. ശ്രോതാക്കളായ സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എസ്സടിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ കൂടെ ആവർത്തിക്കാം. ഇപ്പറഞ്ഞ ഭാഗം മനസ്സിലായെങ്കിൽ അൽഹംദുലില്ലാ, മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലി, ഞാനെങ്ങാനും പറഞ്ഞിട്ട് അയാൾ നമസ്കരിക്കാതെ എങ്ങാനും കിടന്നാൽ അയാൾ കുഫ്റിലായി പോകും. എന്നാൽ അലി, നീ പറഞ്ഞിട്ടാണ് അയാൾ പ്രവർത്തിക്കാതെ പോയാൽ അയാൾ കുഫറിലേക്കാകുന്നില്ല, ഞാൻ കാരണമായി ഒരാൾ കുഫറിലേക്ക് പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതാണ് റഹ്മത്തുൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിന്റെ അർത്ഥം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ ധിക്കരിക്കൽ കുഫ്റാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ ധിക്കരിക്കൽ കുഫ്റാണ്. താടി വളർത്താനും മീശ വെട്ടാനും പറഞ്ഞത് മുസൽമാൻ അത് ചെയ്തില്ലെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ ധിക്കരിക്കലാണ്, അത് കുഫ്റിലേക്ക് പോകും. കാരണം റസൂലുള്ള പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലേ പറയുന്നത്, എന്റെ സ്വന്തം വാക്കല്ല. അതുപോലെ ഏത് വിഷയം, മതത്തിൽ അതിന് കവിയരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന് കവിഞ്ഞാൽ അത് കുഫ്റാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്കെതിരാണ്.
കഴിയുന്നത് പോലെ നിങ്ങൾ അമല് ചെയ്യാനാണ് പറഞ്ഞത്. കഴിവില്ലാതിരുന്നിട്ടും കഷ്ടപ്പെടൽ, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക് വിരുദ്ധമാണ്. ജീവിതത്തിന്റെ ഏത് മേഖലയിലായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക് വിരുദ്ധമായി ആണ് പ്രവർത്തിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അത് കുഫ്റാണ് എന്ന് വ്യക്തമാകുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന ആരാധനകൾ, നമ്മളുടെ അനുഷ്ഠാനങ്ങൾ, ഇതിലെല്ലാം ഒരു മിതത്വം ഉണ്ടാകണം എന്നത് അള്ളാഹുവിന്റെ കലാമിൽ ഈ സമുദായത്തെ മധ്യമ സമുദായമാക്കിയതിന്റെ പേരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഇപ്പൊ ചിലവ് ചെയ്യുന്ന വിഷയം ജീവിതത്തിന്റെ ഇടപാടുകളിൽ തന്നെ വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. ചിലവ് ചെയ്യുന്ന വിഷയത്തിനാകട്ടെ അവർ ദൂർത്തടിക്കുകയില്ല, അവർ പിശുക്ക് കാണിക്കുകയില്ല, അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള മധ്യമ നിലപാടിലായിരിക്കും ഉള്ളത് എന്നാ വിശ്വാസികളെ പറ്റി അള്ളാഹു പറഞ്ഞത്. പിശുക്ക് കാണിക്കുന്ന പ്രശ്നമില്ല ഒരിക്കലും, അതുപോലെ ദൂർത്തടിക്കുന്ന പ്രശ്നവുമില്ല. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ മധ്യമ നിലപാട്. ഉദാഹരണം ഓരോരുത്തരുടെ സാമ്പത്തിക ശേഷിയുടെ ഉള്ളിൽ ഒതുങ്ങി നിന്ന് വേണം ജീവിക്കാൻ. ഇപ്പോ ഉദാഹരണം പറഞ്ഞ ദൂർത്ത്, ചില ആളുകൾ ഇങ്ങനെ പറയും അതൊന്നും അങ്ങനെ ദൂർത്തല്ലല്ലോ, അത് ദൂർത്തല്ല എന്ന് ആരാ പറയാ? ഇപ്പൊ ഉദാഹരണം പറയാലോ, വാച്ചിന്റെ ഉപയോഗം എന്താ? സമയം അറിയലാണ്. 250 രൂപക്ക് വാച്ച് കിട്ടും, 500 രൂപക്ക് വാച്ച് കിട്ടും, 50,000 രൂപയുടെ വാച്ചുണ്ട്, 1.5 ലക്ഷം രൂപ വില വരുന്ന വാച്ച് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് കാണിച്ചു തന്നു. സത്യത്തിൽ ഈ ഏത് വാച്ചായിരുന്നാലും വാച്ചിന്റെ ഗുണം എന്താ? സമയം അറിയാം. 1 ലക്ഷം രൂപയുടെ വാച്ച് കിട്ടിയ വാച്ച് മുന്നോട്ട് കുറച്ച് സ്പീഡിൽ സൂചി ഓടും ഇല്ല. അപ്പോ 1 ലക്ഷം രൂപയുടെ വാച്ച് കിട്ടുന്ന സഹോദരൻ അദ്ദേഹത്തിന് സാമ്പത്തിക ശേഷി വെച്ച് 2000 5000ന്റെ വാച്ച് കിട്ടിയാലും ബാക്കി പൈസ എന്ത് ചെയ്യാ? സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹത്തിന് ബിസിനസ്സിലേക്ക് ഇറക്കാം. മറിച്ച് 1.5 ലക്ഷം രൂപ ചെലവുമ്പോ എന്തായി? ബാക്കിയൊക്കെ ഡെഡ് മണിയാണ്, നെയ്യത്താണ്, പ്രയോജനമില്ല. അതുപോലെ തന്നെ അനാവശ്യമായി ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഭ്രമം, ആഭരണ ഭ്രമം, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളിൽ അത് കാണാൻ സാധിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഒരു ഹിന്ദു സ്ത്രീ എടുക്കുക, ക്രിസ്ത്യൻ സ്ത്രീ എടുക്കുക, അവർക്ക് ജോലി ഉണ്ടെന്ന് സങ്കല്പിച്ചോ, നല്ല ശമ്പളമുള്ള ജോലി. ആ ജോലി നല്ല ശമ്പളം കൊണ്ട് വരുമാനം ഉണ്ടെങ്കിലും അവരാകെ ധരിക്കുന്നത് ഒരു ചെയിൻ കഴുത്തിലുണ്ടാകും, 2 കമ്പിവള കഷ്ടി, ഒരു മോതിരം ഉണ്ടായാലുണ്ടായി, അത്രേ അവരുടെ ശരീരത്തിൽ ഉണ്ടാകാറുള്ളൂ. മറിച്ച് താത്താമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിയില്ല, തലക്കും വെളിയില്ല, എങ്കിലും ഈ ഒലക്കച്ചിറ്റ് പോലെ കൈ നിറച്ച് വളയിരിക്കും, ശരീരം നിറച്ച് മാലയിരിക്കും. മാല പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പർദ്ദയുടെ പുറത്തേക്ക് ഇടും, ആരെങ്കിലും പൊട്ടിച്ചുകൊണ്ട് പോയാൽ കിടന്ന് ഒലവിളിക്കുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ ഡെഡ് മണിയാണ്. ഡെഡ് മണി ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരു മഹല്ലിൽ 500 വീടുള്ള ഒരു മഹല്ലിൽ ഒരു വീട്ടിൽ ഭാര്യയുടെയും മകളുടെയും പേരക്കുട്ടിയുടെയും എല്ലാ ശരീരത്തിൽ നോക്കിയാൽ പോലും ചുരുങ്ങിയത് 10 പവൻ സ്വർണം ചുരുങ്ങിയത് കാണും. 10 × 500 എത്ര പവൻ സ്വർണമായി? എത്ര ലക്ഷം രൂപയാണ്? കോടി കവിയും പല മഹല്ലുകളിലും. ഡെഡ് മണിയാണ്. ഇത് പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഡെഡ് മണി പാടില്ല. തരിശുഭൂമി തരിശായി കിടക്കാൻ പാടില്ല. അതിൽ കൃഷി ഇറക്കണം. തരിശായിട്ട് കിടക്കാൻ പാടില്ല. എന്തേ അത് സമൂഹത്തിന് പ്രയോജനപ്പെടണം. ഡെഡായിട്ട് ഒരിക്കലും കിടക്കാൻ പാടില്ല. അപ്പൊ ഇത് ചെലവ് ചെയ്യുന്ന വിഷയം. അതുപോലെ തന്നെ പിശുക്കടിക്കാനും പാടില്ല, പിശുക്ക് കാണിക്കാനും പാടില്ല. ആവശ്യത്തിന് ഒരു വിശ്വാസി 1 രൂപ ചെലവ് ചെയ്യുമ്പോൾ അത് ആവശ്യമാണോ, അത്യാവശ്യമാണോ, അനാവശ്യമാണോ ആലോചിച്ചിട്ടേ ചെലവ് ചെയ്യാൻ പാടുള്ളൂ. തോന്നിയതുപോലെ അത് ഞാൻ പണിയെടുക്കണ പൈസ അല്ലേ, എനിക്ക് ചെലവ് ചെയ്തൂടെ? നീ പണിയെടുക്കുന്നുണ്ടെങ്കിലും പണിയെടുക്കണ എല്ലാവരുടെയും കയ്യിൽ പൈസ ഇല്ലല്ലോ. ചിലർ പറയും കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ, കഠിനാധ്വാനം ചെയ്യണ എല്ലാവരുടെയും കയ്യിൽ പണമില്ല. എത്രയോ കഷ്ടപ്പാടും ദുരിതവും സഹിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന, എന്തെല്ലാം ബിസിനസ് ചെയ്യുന്ന ആളുകൾ എല്ലാവരുടെയും പണമുണ്ടില്ല. അത് അള്ളാഹു നിശ്ചയിക്കുന്ന കുറച്ച് ആളുകൾക്ക് അള്ളാഹു കൊടുക്കുകയാണ്. അത് അള്ളാഹു ചില ആളുകളെ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. പിന്നെയോ ഫയൻളുർ കൈഫ തഅമലൂൻ, അള്ളാഹ് നോക്കുകയാണ് എന്ത് ചെയ്യുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു നോക്കാൻ. ഇന്ന ദുനിയ ഉൽബത്തുൻ ഖലീറത്തുൻ ഫഇന്നല്ലാഹ തആല മുസ്തഖലിഫുകും ഫീഹാ ഫയൻളുർ കൈഫ തഅമലൂൻ. ദുനിയാവ് പച്ചപിടിക്കുന്നതും മതിരിക്കുന്നതുമാണ്. അള്ളാഹു നിങ്ങളെ അതിൽ പ്രതിനിധികളാക്കിയിരിക്കുകയാണ്. ഫയൻളുർ കൈഫ തഅമലൂൻ, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോ കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലും സ്വത്ത് സമ്പത്ത് വരാറില്ല. അത് അള്ളാഹു കൊടുക്കലാണ്. അത് ചെലവ് ചെയ്യുന്ന വിഷയത്തിനും എന്തേ പാടുള്ളൂ? ഒരു മധ്യമ നിലപാട്. ദൂർത്തടിക്കാനും പാടില്ല, പിശുക്കാനും പാടില്ല. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള
നിലപാടായിരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ ഒരു വിശ്വാസിയുടെ സ്വഭാവം പറഞ്ഞ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് ഇബാദുർ റഹ്മാൻ ഇങ്ങനെ പറഞ്ഞു വരുന്ന ഭാഗത്തുള്ളത്. അപ്പോ ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും മിതത്വം പാലിക്കുക എന്നത് ഇസ്ലാമിന്റെ മുഖമുദ്രയാണ്. മിതത്വം എന്നത് ഈ മതത്തിന്റെ മുഖമുദ്രയാണ്. അത് എല്ലാ വിഷയത്തിലും, നമസ്കാരത്തിന്റെ വിഷയത്തില്, നോമ്പിന്റെ വിഷയത്തില്, ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തില്, ദിക്റും സലാത്തും തസ്ബീഹും തഹ്ലീലും തഹ്മീദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നും ഇരുന്നും കിടന്നും അല്ലാഹുവിനെ സ്മരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എപ്പോഴും ചെല്ലാം, എത്രയോ ചെല്ലാം. പറ്റുന്നത് എത്രയാണോ അത്രയേ ചെല്ലാവൂ. ഞാനിങ്ങനെ 1,00,000 ദിക്റ് ചെല്ലാൻ നേർച്ചയാക്കി എന്റെ ഇന്ന ഹാജത്ത് വീടി കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു നേർച്ച തന്നെ പാടില്ല. അത്തരത്തിലുള്ള നേർച്ച തന്നെ പാടില്ല. കാരണം നേർച്ച നിഷിദ്ധം എന്ന ബാബിൽ ചില ഹദീസുകളുണ്ട്, സ്വഹീഹ് മുസ്ലിമിലുണ്ട്. എന്നാൽ നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് വീട്ടിൽ നിർബന്ധവുമാണ്. ഇത് രണ്ടും കൂടെ എങ്ങനെ യോജിക്കാന്ന് സംശയം വരും. അതിന് ശറഹ് മുസ്ലിം എടുത്ത് പരിശോധിച്ചാൽ ഇമാം നബവി റഹിമഹുല്ലാഹ് അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ഭൗതികമായ ഒരു കാര്യത്തിനാണ് അയാൾ നേർച്ചയാക്കുന്നത്. ഭൗതികമായ ഒരു കാര്യത്തിന് ഉഖ്റവിയായ പ്രയോജനത്തിന് വേണ്ടിയുള്ള അമല് അതിനു വേണ്ടി നിയ്യത്ത് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല. ഒന്ന്. രണ്ടാമത് ഇയാൾ ഒരു നിബന്ധന വെക്കുകയാണ്, ഇന്ന കാര്യം സലാമത്താകാൻ. അങ്ങനെ ഒരു നിബന്ധന വെക്കൽ ഇസ്ലാമിൽ ഹറാമാണ്, പാടില്ല. 3, ഈ ആ കാര്യം അയാൾക്ക് നേടിക്കഴിഞ്ഞാൽ ഇയാൾ അത് ചെയ്യുമ്പോൾ തന്നെ ഞാനത് നേർച്ച ആക്കിപ്പോയല്ലോ, മനമില്ലാ മനസ്സോടെ മടുപ്പോടുകൂടിയായിരിക്കും അയാൾ ചെയ്യുക. അപ്പൊ അതുകൊണ്ടൊക്കെ അത്തരത്തിലുള്ള നേർച്ച തന്നെ പാടില്ല എന്ന് പറയാനുള്ള കാരണം. അപ്പോ ഏതൊരു കാര്യത്തിലും മിതത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നത്, അള്ളാഹു നമുക്ക് ഇളവാക്കി കാണിച്ചു തന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഇച്ഛിക്കുന്നത്, ഞെരുക്കം അള്ളാഹു ഇച്ഛിക്കുന്നില്ല എന്നത് നമുക്ക് വേണ്ടി ഓരോരുത്തരുടെയും കഴിവനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ. മുസ്ലിം സമുദായത്തിന്റെ ഈ ഉമ്മത്തിന്റെ കഴിവിൽപ്പെട്ട കർമ്മങ്ങളെ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഒന്നിടവിട്ട് നോമ്പെടുക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ നോമ്പിനെ പറ്റി റസൂലുള്ള പറഞ്ഞെന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ദാവൂദ് നബിയുടെ നോമ്പാന്ന ഒന്നിടവിട്ട് നോമ്പ്. നടപടിയുണ്ടോ? ഒന്നിടവിട്ട് നോമ്പ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാം എന്തായിരുന്നു? കൊല്ലപ്പണി ചെയ്തിരുന്ന, പടയങ്കി ഉണ്ടാക്കിയിരുന്ന മനുഷ്യനാ. ആ കഠിനാധ്വാനത്തിന്റെ ഇടയിലും ഒന്നിടവിട്ട് നോമ്പെടുത്തിരുന്നു. എന്നാൽ നമ്മളോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അയ്യാമം മഅദൂദാത്ത്, നിർണിതമായ ദിവസങ്ങളിൽ മാത്രം നോമ്പെടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഒന്നിടവിട്ട ദിവസങ്ങളിൽ എടുക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് അല്ലാഹു കൂടുതൽ പുണ്യമാർജിക്കാൻ വേണ്ടി തന്നതാണ് സുന്നത്തായ നോമ്പുകൾ. തിങ്കളും വ്യാഴവും, അതുപോലെ അയ്യാമുൽ ബീള്, അറഫ, അതുപോലെ തന്നെ മുഹറം മാസത്തിലെ നോമ്പ്. ഇങ്ങനെ കുറെ നോമ്പുകൾ, സുന്നത്തായ നോമ്പുകൾ. അത് പാടുള്ളവരെടുത്താൽ മതി, പാടില്ലാത്തവരെടുക്കേണ്ടയില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ അവരുടെ ആർത്തവത്തിന്റെയോ പ്രസവത്തിന്റെ ടൈമിൽ അവർ നോമ്പെടുക്കേണ്ടയില്ല. അതൊക്കെ ഇളവാണ്. ഈ ഇളവുകളൊക്കെ മതത്തിന്റെ മിതത്വമാണ്. അതുകൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന മുഴുവൻ ആരാധനകളും, നമ്മുടെ മുഴുവൻ അനുഷ്ഠാനങ്ങളും, നമ്മുടെ മുഴുവൻ കർമ്മങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ഈ മിതമായ നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അമിതമായ നിലപാടല്ല നമ്മൾ എടുക്കേണ്ടത്. എങ്കിൽ ആ മിതമായ നിലപാടായിരിക്കും അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്യുന്നത് വളരെ കുറച്ചായിരുന്നാലും സ്ഥിരമായി നിങ്ങൾ ചെയ്യുക, അതാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പൊ ചെയ്യുന്ന കർമ്മങ്ങൾ സ്ഥിരമായി ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സഹധർമ്മിണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാണ് ഇങ്ങനെ വല്ലാതെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? യാ മുഖല്ലിബൽ ഖുലൂബ് എന്നുള്ള പ്രാർത്ഥന കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹധർമ്മിണി ചോദിച്ചതാണ്, എന്തിനാണ് ഇങ്ങനെ കിടന്ന് പ്രാർത്ഥിക്കുന്നത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യക്ക് മതം പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല ഉമ്മു സലമ, അടിമകളുടെ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ്. യാ ഉമ്മു സലമ, ഇന്നഹു ലൈസ ആദമിയും ഇല്ലാ വ ഖൽബുഹു
ബൈന അസ്ബഈനി മിൻ അസാബിഇല്ല ഫമൻ ശാഅ ഖാമ വമൻ ശാഅ സഅ റവാഹു തുർമുദി. അടിമകളുടെ ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്. ഒരടിമയുടെ മനസ്സ് നേരെയാക്കണമെന്ന് അവൻ ആഗ്രഹിച്ചാൽ അവൻ നേരെയാക്കുന്നു, ചീത്തയാക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അപ്രകാരം ചെയ്യുന്നു. അപ്പോ ഹൃദയം നേരെയാക്കാൻ, ഹൃദയം അള്ളാഹുവിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇത് നിരന്തരം നമ്മൾ ചെയ്യുക. കാരണം മനുഷ്യന്റെ ഹൃദയത്തിന് അറബി ഭാഷയിൽ പറയുന്ന പേര് കൽബ് എന്നാണ്. കൽബ് എന്ന പദത്തിന്റെ അർത്ഥം ഇളകിയാടുന്നത് എന്നാണ്. ഒരു പക്ഷിത്തൂവൽ ഒരു വൃക്ഷ ശിഖരത്തിൽ കെട്ടിത്തൂക്കിയാൽ കാറ്റിൽ അതെങ്ങനെ ഇളകിയാടുന്നുവോ അതേപോലെ മനസ്സിങ്ങനെ ഇളകി മാറിക്കൊണ്ടിരിക്കും. ആ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ദീനിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും നിലക്ക് സ്വാലിഹായ അമലുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്യുന്ന ആളുകളുടെ കഴിവല്ല. ലൗലാ ഫദലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദ. അള്ളാഹുവിന്റെ കാരുണ്യവും ഔദാര്യവും നിങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാളും തന്നെ ഒരിക്കലും പരിശുദ്ധി പ്രാപിക്കുമായിരുന്നില്ല എന്നാണ് സൂറത്തു നൂറിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ ചെയ്ത അമലുകളൊക്കെ സ്വീകരിച്ചെന്ന് ഒരു ഉറപ്പുമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഒരു റമളാൻ കഴിഞ്ഞാൽ ചുരുങ്ങിയത് തുടർച്ചയായി 6 മാസം ആ റമളാനിനെ സ്വീകരിക്കണേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അവർക്കൊരു ഉറപ്പില്ല, സ്വീകരിച്ചോ സ്വീകരിച്ചില്ലെന്ന് അവർക്കൊരു ഉറപ്പില്ല, ഓരോ ഉറപ്പും അവർക്കില്ല. എന്നാൽ നമ്മുടെ ആളുകൾക്കിടയിൽ സമുദായത്തിൽ പലരും ഞങ്ങളൊക്കെ എന്തൊക്കെയോ കാര്യമായി ചെയ്തു വെച്ച ആളുകളാണ് എന്നൊരു തോന്നൽ, തരക്കേടില്ല എന്നൊരു തോന്നൽ. ഇമാം തബരി റഹ്മഹുല്ല ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു മുബാറക് റഹ്മഹുല്ലയോട് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, ഞാന് അക്രമിയും കൊലയാളിയുമായ ഒരാളെ ഇന്ന് കണ്ടു. എന്നിട്ടോ എന്തായാലും അയാളെക്കാളൊക്കെ ഞാനാണല്ലോ കുറച്ച് നല്ലത് എന്ന് എനിക്ക് തോന്നിപ്പോയി. ഉടനെ ഇബ്നുൽ മുബാറക് റഹിമഹുല്ല പറഞ്ഞു, താങ്കളുടെ ഈ തോന്നൽ അയാൾ ചെയ്യുന്ന പാപങ്ങളെക്കാളും ഗൗരവമുള്ളതാണ്. ഇമാം തബരി റഹിമഹുല്ല വിശദീകരിച്ചു, ഇബ്നുൽ മുബാറക് അങ്ങനെ പറഞ്ഞത് തെറ്റ് ചെയ്തവൻ പശ്ചാത്തപിക്കാനും അവന് പശ്ചാത്തപിച്ച് മടങ്ങാനും അവസരമുണ്ടാകും. എന്നാൽ സ്വയം ശ്രേഷ്ഠനായി കരുതുന്നവൻ അള്ളാഹുവിനെ നിഷേധിക്കുന്ന രൂപത്തിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ട്. ആർക്കറിയാം തന്റെ പര്യവസാനം എങ്ങനെയായിരിക്കുമെന്ന് ആർക്കറിയാം എന്ന് ഇമാം തബരി റഹ്മഹുല്ല അതിന് വിശദീകരണം നൽകുന്നുണ്ട്. അപ്പോ തരക്കേടില്ല എന്നുള്ളൊരു തോന്നല് ആർക്കും ഉണ്ടാകേണ്ടതില്ല. മഹാനായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കപടവിശ്വാസികളുടെ വിവരങ്ങൾ കൊടുത്തു. അതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കപടവിശ്വാസികൾ ഇന്ന ആളുകൾ കപടവിശ്വാസികളാണ് എന്ന വിവരം ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹുവിന്റെ അടുത്ത് കൊടുത്തു. അതേസമയം ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് കൊടുത്തില്ല. ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തൊക്കെ കൊടുത്താലത്തെ അവസ്ഥ എന്തായിരിക്കും നമുക്കറിയാലോ. ഉമർ റളിയല്ലാഹുവിന്റെ നിലപാടുകൾ എന്താന്ന് നമുക്കറിയാലോ. അപ്പൊ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ മുനാഫിക്കുകളുടെ ലിസ്റ്റ് ഉണ്ട് എന്നറിഞ്ഞ ഉടനെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഓടി ചെന്നിട്ട് ആ ലിസ്റ്റ് ഒന്നും കൊണ്ടാ ഞാൻ നോക്കട്ടെ എന്നല്ല പറഞ്ഞത്. യാ ഹുദൈഫ ഹൽ സമ്മാനി ലക റസൂലുള്ളാഹ്. അല്ല ഹുദൈഫ, മുനാഫിക്കുകളുടെ ലിസ്റ്റ് അള്ളാഹുവിന്റെ റസൂല് തന്ന കൂട്ടത്തിൽ ഉമറിന്റെ പേരെങ്ങാനുണ്ടോന്നാ ചോദിച്ചത്. കരഞ്ഞിട്ടാ ചോദിക്കുന്നത്. ഇല്ല എന്ന് കേട്ടപ്പോൾ മാത്രമാണ് ഇപ്പോൾ ഉമറിന് സമാധാനമായി എന്ന് പറഞ്ഞത്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പോലും അത്ര ലളിതമായ വിനയത്തോടു കൂടി ഭയപ്പെട്ട് കഴിഞ്ഞ ആളുകളാണ്. എപ്പോഴാണ് മതത്തിൽ നിന്ന് തെറ്റിപ്പോവുക എന്ന് പറയാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഴയകാല കാത്തിബുമാരിൽപ്പെട്ട ബനൂ നജ്ജാർ ഗോത്രക്കാരനായ ഒരു മനുഷ്യൻ, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കാലത്തിന് ക്രിസ്ത്യാനിയായി, പഴച്ചുപോയി, ക്രിസ്ത്യാനിയായി. അവസാനം അയാൾ ക്രിസ്ത്യാനിയായി മരിച്ചു. ക്രിസ്ത്യാനികൾ ആ മയ്യത്ത് കുഴിച്ചിട്ടു. പക്ഷെ ഭൂമി ആ മയ്യത്ത് പുറന്തള്ളി. വീണ്ടും മറവ് ചെയ്തു, വീണ്ടും പുറന്തള്ളി. 3 പ്രാവശ്യം ഇത് ആവർത്തിക്കപ്പെട്ടപ്പോ ആ മയ്യത്ത് ഉപേക്ഷിച്ചിട്ട് ക്രിസ്ത്യാനികൾ ഓടിപ്പോയി. മുസ്ലിം പരിശോധിച്ചാൽ കാണാൻ ഈ സംഭവം. അപ്പോ എപ്പോഴാണ് തെറ്റിപ്പോവുക നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ ആരാധനയിലും ഒരു മിതമായ നിലപാട് സ്വീകരിച്ച് ആ ആരാധനകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. റഹ്മാനുർ റഹീമുമായ അള്ളാഹു ദുർബലരായ അറിവില്ലാത്ത സാധുക്കളായ നമ്മൾ ചെയ്യുന്ന ഈ അമലുകൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. റഹ്മാനുർ റഹീമുമായ അള്ളാഹു
ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പോരായ്മകൾ നിന്റെ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. ഈ പരിശുദ്ധ റമളാനിനെ പരിപൂർണമായും ഹയാത്താക്കുന്നവരുടെ പട്ടികയിൽ ഈ സാധുക്കളായ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറുകളെ വിശാലമായ സ്വർഗമാക്കി കൊടുക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളോട് കരുണ കാണിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഐശ്വര്യവും ബർക്കത്തും സമാധാനവും സന്തോഷവും സ്നേഹവും നിലനിർത്തി തരണേ റഹ്മാനെ. തൊഴിലിൽ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ റഹ്മാനെ. നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഷഹീദാകാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ ദീൻ പഠിക്കാനും പകർത്താനും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اجعل هذا الشهر الشريف العليم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأزواجنا وأولادنا وأقربائنا وأحبائنا ومن الدون والمظالم والنار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله على محمد وآله وصحبه أجمعين. الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.